ജീവിതം പരിത്യാഗത്തിന്റെ വഴികളിലേക്ക് സമർപ്പിക്കാൻ ആളില്ലാതാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ പിന്നെ സഭയെന്ന് പറയുന്നത് എന്താണ്? സഭ കുറച്ച് ഒരു മാനുഷികമായ സംവിധാനം മാത്രമായിട്ട് മാറും. സഭയൊരു സർവീസ് സെന്റർ, കുറെ സേവനങ്ങൾ നൽകുന്ന ഒരു സമൂഹം മാത്രമായിട്ട് മാറും. അതിന്റെ യഥാർത്ഥമായ ചൈതന്യം നഷ്ടപ്പെടുകയാണ്. ആ രീതിയിൽ നിങ്ങളുടെ ചരിത്രം, എനിക്ക് തോന്നുന്നു, സാർവത്രിക സഭയ്ക്ക് തന്നെ വലിയ ഒരു പാഠമാണ്. സന്യാസത്തിന്റെ ചൈതന്യത്തിൽ വിടർന്ന ഒരു പുഷ്പമാണ് സീറോ മലങ്കര സഭയെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബഥനിയുടെ ചൈതന്യത്തിൽ, സന്യാസത്തിന്റെ ഒരു വലിയ ചൈതന്യത്തിൽ വിടർന്ന ഒരു പുഷ്പമാണ് ഈ സഭ. അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് ഇന്നും ആന്തരികമായ ഒരു ഊർജമുള്ളത്. എവിടെയാണെങ്കിലും, ഏറ്റവും ചെറിയ സമൂഹമാണെങ്കിലും ഒരു പുളിമാവായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു.